ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട്. ഇറാനെതിരെ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്നും കണക്ക് കൂട്ടാൻ പറ്റാത്തത്രയും വലിയ നാശനഷ്ടങ്ങൾ തങ്ങൾക്കുണ്ടാകുമെന്നും അമേരിക്കയ്ക്ക് നല്ല ഭയവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 1.5 മാസത്തിനിപ്പുറവും ട്രംപ് ഇറാനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയിലേറെയായി USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ വെറുതെ പുറംകടലിൽ കിടക്കുന്നു. USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ വിഖ്യാത കപ്പൽ വെറുതെ കടൽക്കാറ്റും കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നങ്കൂരമിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. കൂടുതൽ കപ്പലുകൾ വരുന്നു, ഇപ്പോൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്നതല്ലാതെ ട്രംപിൻ്റെ വായിൽ നിന്ന് പുതുതായിട്ടൊന്നും വരുന്നില്ല. ഇനി അഥവാ ട്രംപ് പുതുതായിട്ട് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയാലും ലോകം അതൊട്ടും മൈൻഡും ചെയ്യുന്നില്ല. ഈ കോമാളി എന്താണ് പറയുന്നത് എന്ന മട്ടിൽ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യമാണ്. പക്ഷെ ചൊറിച്ചിൽ പരിധി വിടുന്നതോടെ എന്തായാലും ഇറാൻ ഇറങ്ങി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനികർക്ക് ശവക്കുഴി ഒരുക്കിക്കൊണ്ടാണ്, യുദ്ധത്തിന് തയ്യാറാണ് എന്ന യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇറാൻ്റെ കമാൻഡർ ഇൻ ചീഫിൻ്റെ നിർണായകമായ ഒരു പ്രസംഗം ഇപ്പോൾ ലോകമാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പ്രസംഗം, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. By the grace of Almighty God, we stand fully prepared today in a state of exceptionally high defensive and military readiness. We are meticulously keeping the movements of our adversaries in the entire region under constant surveillance, and we are observing and tracking their every action with the utmost intensity. They are completely under our surveillance, and since we are fully aware of their malicious intentions, our hand is also on the trigger. If they make a mistake, without a doubt, they will certainly jeopardize their own security, the security of their soldiers, the security of the region, and the security of the criminal Zionist regime. ഇദ്ദേഹത്തിൻ്റെ പേര് ജനറൽ അമീർ ഖത്താമി എന്നാണ്. ഇറാൻ്റെ ആർമി കമാൻഡർ ഇൻ ചീഫാണ്. റെഗുലർ ആർമിയുടെ, അതായത് IRGCയുടെ അല്ലാത്ത ഇറാൻ്റെ ഔദ്യോഗികമായ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഞങ്ങളുടെ പരിപൂർണമായ സർവൈലൻസിലാണ് അമേരിക്കയുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ സയനിസ്റ്റ് റെജിം അടക്കം തകർക്കുന്ന വിധത്തിൽ, അതായത് ഇസ്രായേലിനെതിരെ അടക്കം ശക്തമായ നടപടികൾ, തിരിച്ചടികൾ ഞങ്ങൾ നടത്തുമെന്നാണ് അവർ പറയുന്നത്. ഇനി അമേരിക്കയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അത് ഇറാനിലെ ഔദ്യോഗിക ചാനലുകളിലടക്കം വന്നിട്ടുള്ള ചില ദൃശ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ സ്ക്രീൻഷോട്ട് കാണുക. ടെഹ്റാനിലെ ബെഹഷ്ത് സഹറ എന്ന സെമിത്തേരിയിൽ ആയിരക്കണക്കിന് ശവകുടീരങ്ങൾ സ്ഥാപിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലം, അതായത് ആയിരക്കണക്കിന് ശവക്കുഴികൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മെഹർ വാർത്താ ഏജൻസി പുറത്തുവിട്ട ഒരു വാർത്തയാണിത്. ഈ ശവക്കുഴികളിൽ അമേരിക്കൻ സൈനികരെ ഇട്ട് മൂടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഏത് രാജ്യത്താണോ തമ്പടിച്ചാണോ അമേരിക്കൻ സേന ആക്രമിക്കുന്നത്, ആ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്തികളും അമേരിക്കൻ എംബസികളും ഒക്കെ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി മറ്റൊരു വിഷ്വല് പുറത്തു വന്നിരിക്കുന്നത് എന്താണ്? അമേരിക്കൻ സൈനികരെ ഇട്ട് മൂടാനുള്ള ശവക്കുഴി അവിടെ തയ്യാറാണ്. അതായത് ഇറാൻ്റെ പരിധിക്കുള്ളിലേക്ക് അമേരിക്ക കടന്നു കഴിഞ്ഞാൽ ആ സൈനികരെ മുഴുവൻ വധിക്കും, ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും. അതിനുശേഷം ആ സൈനികരെ ആ കുഴിയിലിട്ട് മൂടുമെന്നാണ് ഇറാൻ ഒരു തടസ്സവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള സംശയവുമില്ലാതെ പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക ഇനിയും ഇങ്ങനെ വട്ടമിട്ട് നിന്ന് ഒന്നും ചെയ്യാതെ വെറുതെ വാക്കുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇറാൻ്റെ വില കളയുന്ന വിധത്തിൽ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇറാൻ അങ്ങോട്ട് കയറി അടിക്കാനും മടിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത്. അതായത് മുമ്പൊക്കെ അമേരിക്കയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യും, ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ മതി, നിർത്ത് നിൻ്റെയൊക്കെ പ്രസംഗം, ഇനി ഞങ്ങൾ അടിച്ചു കാണിച്ചു തരാമെന്ന മട്ടിലേക്ക് ഇറാൻ കടുപ്പിച്ച് അഗ്രസീവായി അങ്ങോട്ട് കയറുകയാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമാണ്, താങ്ങാവുന്നതിനും അപ്പുറമാണ്. കാരണം യുദ്ധമാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്ക അത് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അമേരിക്കയ്ക്ക് അത് ചെയ്യാൻ മടിയൊന്നുമില്ല, ചെയ്യാൻ തടസ്സവുമില്ല. കാരണം അമേരിക്കയുടെ സന്നാഹങ്ങൾ പശ്ചിമേഷ്യയിൽ മുഴുവനുമുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടി.
പ്രത്യേകിച്ച് UAE, ഖത്തർ, ഒമാൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് പറഞ്ഞു, ഞങ്ങളുടെ മണ്ണിൽ നിന്നിട്ട് നിങ്ങൾ വെറുതെ ഇറാനെ ചൊറിയാൻ പോകരുത്. നിങ്ങൾ ഇറാനെ അടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, ബാക്കി അനുഭവിക്കേണ്ടത് ഞങ്ങളാണ്. ഇറാനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും മുഴുവൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് വീഴും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പിന്നെ പെറുക്കിയെടുക്കാൻ പോലും ഉണ്ടാകില്ല എന്ന മട്ടിലാണ്. അത്രയും ഭീതിയിലാണ്. ഞാനത് ആലങ്കാരികമായി പറഞ്ഞതാണെങ്കിലും അതുതന്നെയാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. പെറുക്കിയെടുക്കാൻ ബാക്കിയില്ലാത്ത വിധത്തിൽ അറബ് രാജ്യങ്ങൾ ഇറാൻ ആക്രമിച്ചു കളയും. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവനായി തകരും. സ്വാഭാവികമായി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതാത് രാജ്യങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അറബ് രാജ്യങ്ങൾ ഇറാനോട് എന്ത് വൈരാഗ്യമുണ്ടെങ്കിലും അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഇറാനെ ആക്രമിക്കാനായിട്ട് അമേരിക്കയെ പിന്തുണയ്ക്കില്ല. അപ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. അപ്പോൾ അറബ് രാജ്യങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെ ആക്രമിച്ചിട്ട് ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അത് അറബ് രാജ്യങ്ങൾക്കെതിരായി ഇറാൻ്റെ ആക്രമണമാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ഇറാനെ അടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിച്ച് മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ കണക്ക് നിന്നിട്ട് ഈ അറബ് രാജ്യങ്ങളെയും ഇറാനെയും തമ്മിൽ തെറ്റിച്ച് അറബ് രാജ്യങ്ങളെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിച്ച് അങ്ങനെ ഇറാൻ്റെ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് അവിടെ എണ്ണക്കച്ചവടം നടത്തി രാജാവാനൊക്കെ ആയിരിക്കും ട്രംപ് വച്ചാൻ വിചാരിച്ചത്. പക്ഷേ അറബ് രാജ്യങ്ങൾക്ക് ബുദ്ധിയുണ്ട്. അവർ ഒരു കാരണവശാലും ട്രംപിൻ്റെ ഈ പരിപാടിക്ക് നിന്ന് കൊടുക്കില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ട്രംപിന് ആക്രമിക്കാൻ, യുദ്ധം ചെയ്യാൻ കളവില്ലാതായി. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലൊന്നും അമേരിക്കയ്ക്ക് ഇറാനെതിരായ ഒരു ആക്രമണം കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്? ട്രംപിന് ഇറാനെ അടിക്കണമെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പടക്കപ്പലുകൾ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ആക്രമിക്കേണ്ടി വരും. അവിടെ നിന്ന് ആക്രമിച്ചാൽ 8ന്റെ പണി അമേരിക്കയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് ഇറാൻ പറഞ്ഞത്. അത് ഒന്നാമത് ഇറാൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും സംയുക്ത നാവികാഭ്യാസം, സൈനികാഭ്യാസം ഈ ഹോർമുസ് കടലിടുക്ക് മുതൽ ഒമാൻ തീരവും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കൻ ഭാഗത്തും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അവർ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, നാവിക സേനയുടെ അഭ്യാസം മാത്രമല്ല, വ്യോമസേനയും കരസേനയും ഒക്കെ ഇതിലുണ്ട് എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇറാൻ്റെ ചില പ്രേത ബോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന അതിവേഗത്തിലെത്തി കപ്പലുകൾ തകർക്കാൻ കഴിയുന്ന ബോട്ടുകൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ പടക്കപ്പൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. സർവേലൻസ് ഡ്രോണുകൾ ഇപ്പോൾ ഈ പറയുന്ന അമേരിക്കയുടെ പടക്കപ്പലിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങളുടെ പരിപൂർണ സർവേലൻസിലാണ് അമേരിക്ക ഉള്ളത് എന്ന് ഞാൻ ആദ്യം കാണിച്ച ബൈറ്റിൽ ഇറാൻ്റെ ഔദ്യോഗിക സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇറാനെ സംബന്ധിച്ച് അമേരിക്കയെ അടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ അടിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം അവർക്ക് ആക്രമിക്കാനുള്ള ഒരു സൈനിക താവളം പോലും, പറയുമ്പോൾ അമേരിക്കയുടെ സൈനിക താവളമാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷേ അവരുടെ സ്വന്തം സൈനിക താവളത്തിൽ നിന്ന് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സ്വന്തം സൈനിക താവളത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഇറാനെ അടിക്കാൻ പറ്റില്ല. അത് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കയുടെ ഗതികേട്. സൈനിക താവളങ്ങൾ കോടാനുകോടി ഡോളറുകൾ ചെലവഴിച്ചിട്ട് അറബ് രാജ്യങ്ങളെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ച് ഒടുവിൽ അവിടെ മുഴുവൻ പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണെന്ന് പറഞ്ഞ് അവിടെ അമേരിക്ക അവതരിച്ചിട്ട് അവിടെ സൈനിക ക്യാമ്പുകളൊക്കെ തുറന്നിട്ട് അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ലാതെ ആയിപ്പോകുന്നൊരു ഗതികെട്ട അവസ്ഥ കൂടി ട്രംപ് നേരിടുകയാണ്, അല്ലെങ്കിൽ അമേരിക്ക നേരിടുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് അവസ്ഥ? അമേരിക്ക എല്ലാ സന്നാഹങ്ങളും കൊണ്ടുവന്നിട്ടും ഇറാനെ ആക്രമിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞ് ഇറാനൊക്കെ ആദ്യം വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കയെ അടിക്കാനുള്ള സന്നാഹങ്ങൾ മുഴുവൻ സജ്ജമാക്കി അമേരിക്കൻ സൈനികരെ കൊന്ന് കുഴിച്ചു മൂടാനുള്ള ശവപ്പെട്ടികൾ വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കളം നേരെ മാറി ഇറാൻ്റെ കയ്യിലേക്ക് ബോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇറാനാണ് അമേരിക്കയെ അടിക്കാൻ എളുപ്പം. ഇനി അടുത്തത് ഇറാൻ പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിച്ചു പോയില്ലെങ്കിൽ അടി കിട്ടുമെന്നുള്ളതായിരിക്കും. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ, അങ്ങനെ ഒരു വെല്ലുവിളി ഇറാൻ നടത്തി അമേരിക്കയ്ക്ക് ഗതികെട്ട് പിന്നോട്ട് പോകേണ്ടി വന്നാൽ ട്രംപ് തീർന്നു എന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ല. അമേരിക്കയുടെ സകല അഹങ്കാരവും അവിടെ പൊളിഞ്ഞു വീഴും എന്ന് മാത്രമല്ല, ഒരു പുതിയ ശാക്തിക ചേരിയുടെ ഉദയം ലോകം കാണുകയും ചെയ്യും. അമേരിക്കയുടെ ഗർവിന്, അഹന്തയ്ക്ക് കനത്ത തിരിച്ചടിയും കിട്ടും. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.